ചായ മാത്രം മതിയോ? കഴിക്കാൻ എന്തെങ്കിലും വേണോ? കഴിക്കാനൊന്നും വേണ്ട രാമേട്ടാ, ഇപ്പൊ രാത്രി 12 മണിയായില്ലേ, ഇപ്പൊ ഒന്നും കഴിച്ചിറങ്ങത്തില്ല, അതുകൊണ്ടാ ചായ മാത്രം മതി. അതാരാ സൈക്കിളെ പോകുന്നത് തുഴി? വേറെ എന്തെങ്കിലും വേണോ? വേണ്ട രാമേട്ടാ. അല്ല പിന്നെ എന്താ പറഞ്ഞത്? അല്ല രാമേട്ടാ, ഇപ്പൊ സമയത്തായി 12 മണി കഴിഞ്ഞില്ലേ രാത്രിയില്. അതൊന്നും ഈ സൈക്കിളിൽ ആരോ ഇങ്ങനെ പോകുന്ന കാണുന്നുണ്ട്, കുറെ നേരം കൊണ്ട് റോന്ന് ചുറ്റും ഓടുന്നുണ്ട്. എവിടെ? ആ ശരിയാന്നല്ലോ. അതാരത്? ഒരു കൊച്ചു കുട്ടികളുടെ ലുക്ക്. അത് തന്നെ കൊച്ചു കുട്ടികൾ നടന്ന് സൈക്കിൾ ഓടിക്കുന്ന പോലെ. ഈ രാത്രി ഏത് കൊച്ചു കുട്ടിയാണോ വെടി ഇറങ്ങി കിടന്നത്? അവരുടെ വീട്ടുകാരൊന്നും കണ്ടില്ലേ എപ്പോഴും? രാമേട്ടാ നിൽക്കുക കേട്ടോ, ചായ ഇട്ടോ വെച്ചോ കേട്ടോ, ഞാൻ ഇപ്പൊ വരാം, നോക്കിട്ട് വരട്ടെ. എന്തായാലും പോയി നോക്കിട്ടോ അത്. വല്ല പ്രേതങ്ങളും ആയിരിക്കും രാത്രി കിടന്ന് സൈക്കിളിൽ ഓട്ടുന്നത്. ഞാൻ ഈ രാത്രി ഒരു 2 മണി വരെ ഈ കടയും തുറന്ന് വെച്ചിരിക്കുന്നത് തന്നെ ഭയങ്കര റിസ്ക്കാ. പിന്നെ എന്ത് ചെയ്യാനാ, വരുമാനം നോക്കിയല്ലേ പറ്റത്തുള്ളൂ. ഓയ് ആരാ? എന്തിനാ കൊച്ചുകുട്ടി നീ ഒറ്റയ്ക്ക് രാത്രി ഇവിടെ നിൽക്കുന്നത്? അത് മനസ്സിലായി. നിന്നെ ആരും ഇവിടെ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി രാത്രി പറഞ്ഞു വിട്ടോ? നിന്റെ അച്ഛനും അമ്മ ഇങ്ങനെ കാണിച്ചത്? നല്ല കഥയാ. നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ തിരക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? എന്തിനിങ്ങനെ നടക്കുന്നത്? രാത്രി നടക്കുന്നത് ഭയങ്കര ഡേഞ്ചറാവും. അപ്പൊ പിന്നെ ഇതാറ് സൈക്കിളാ? ഞാൻ രാത്രി കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്ക് സ്വപ്നം കണ്ടൊരു സൈക്കിൾ ഇങ്ങനെ ആയിരുന്നു എന്റെ വീട്ടിലോട്ട്. പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോ എന്റെ മുറിക്കകത്തിരിക്കുന്ന വണ്ടി സൈക്കിള്. സൈക്കിള് മൂക്കിയാത്തിരിക്കുന്നുണ്ടോ? ആരും കൊണ്ട് വെച്ചപ്പോഴേ? അറിയത്തില്ല ഞങ്ങളെ. വല്ല കള്ളന്മാരുടെ പരിപാടിയൊന്നും അറിയത്തില്ലല്ലേ കൊച്ചു കൊച്ചിനെ ഇറക്കിക്കൊണ്ട് പോകാൻ വേണ്ടിട്ട്. സൈക്കിൾ ഉണ്ടോന്നല്ല, എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടം സൈക്കിൾ ഓടിക്കാൻ വേണ്ടി. അപ്പൊ തന്നെ സൈക്കിൾ എടുത്തിട്ട് ഇറങ്ങി. അത് കൊള്ളാം. രാത്രി പകർന്ന് നോക്കണ്ടേ? രാത്രി എന്നിട്ട് എവിടെ പോകും സൈക്കിളും ചവിട്ടി? ഞാൻ ഇന്ന് പോയില്ല ദൂരോട്ട്, ഇവിടെ തന്നെ അങ്ങോട്ടും ഇട്ടൊക്കെ ചവിട്ടോ. മോനൊരു കാര്യം ചെയ്യുക, ഈ സൈക്കിൾ കൊണ്ട് വീട്ടിലോട്ട് കയറിപ്പോ. ഏത് വീടാണ് ഇതില്? ശരി മോനൊന്ന് കയറിച്ചില്ല, നാളെ രാവിലെ ചവിട്ടാം കേട്ടോ, ഓടിച്ചില്ല. സൈക്കിൾ വീടിന്റെ മുറ്റത്ത് ഇരുന്നോട്ടെ, വേറെ ആരും എടുക്കത്തൊന്നുമില്ലല്ലോ. എന്നാലും ആ കുട്ടിയുടെ വീട്ടിലെങ്ങനെ സൈക്കിൾ എത്തി? അതൊരു ദുരൂഹതയാണല്ലോ. എന്നാലും കുട്ടുമ്പോൾ നീ രാത്രി സൈക്കിൾ എടുത്തോണ്ട് പറഞ്ഞ് എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എവിടെ പോയി വാങ്ങിക്കാൻ രാത്രി സൈക്കിള്? അച്ഛൻ പറഞ്ഞിട്ട് നാളെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു തരാം. എന്റെ പൊന്നു കുട്ടുമ്പോൾ നാളെ ദിവസം ഒന്നും ആവട്ടെ, ഞാൻ വാങ്ങിച്ചു തരാം നിനക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ എനിക്ക് മറിഞ്ഞു വീഴും, അതുകൊണ്ടല്ലേ വാങ്ങിച്ചു തരാത്ത സൈക്കിള്. അല്ല എന്തുവാ? നിർത്ത് വാങ്ങിച്ചു തരാം. എന്തോ ശാരദ, കുറെ നേരമായിട്ട് വഴക്കൂടെ തുടങ്ങിയിട്ട്. എന്ത് പറയാൻ അമ്മേ, സൈക്കിൾ ഉണക്കൊണ്ട് കുറെ നേരം കിടന്ന് കരയാൻ തുടങ്ങിയിട്ട് അത് വഴക്കും. ചെറിയ സൈക്കിളെല്ലാം വാങ്ങിച്ചു കൊടുക്കും അവന്. അമ്മ ചെറിയ സൈക്കിൾ അങ്ങനെ മറിഞ്ഞു വീഴും, അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ അവനെ അവർക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചു കൊടുക്കാന്നാ പറഞ്ഞേക്കുന്നേ. ഓഹോ, ഞാൻ പറഞ്ഞ അവൻ കേട്ട്. അല്ലേ തന്നെ അവൻ സൈക്കിൾ ഓടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അല്ലേ? ഒരു കൊച്ചു സൈക്കിൾ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ, പിന്നെ ഇപ്പൊ വലുത് വേണമെന്നിട്ട് കിടന്ന് കരയുന്നത്. നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചാൽ മതി. നീ എന്താണ് കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നത്? നിനക്ക് കാർട്ടൂണൊന്നും കാണണ്ടായോ? കാർട്ടൂൺ എനിക്കാണുണ്ട്, ചേച്ചി കണ്ടാ മതി. ജോജെന്താ പറ്റി? അവൻ ദേഷ്യത്തിലാണല്ലേ? എനിക്ക് മാത്രം സൈക്കിളില്ല, ഒന്നുമില്ല. എന്നെ പിള്ളേർക്കുണ്ട് സൈക്കിള്. ഞാൻ വലുതാകുമ്പോ കണ്ട സൈക്കിൾ ആദ്യം വാങ്ങിക്കും. സൈക്കിളോ? ഇതെങ്ങനെ വന്നിവിടെ? സൈക്കിൾ വേണ്ടി ഞാൻ വിഷമിച്ചപ്പോ എനിക്ക് സൈക്കിൾ കിട്ടിയെന്തോ? മാന്ത്രിക സൈക്കിൾ ആയിരിക്കും ഇത്. ഹായ്, ആരും കാണാതെ ഓടിച്ചോണ്ട് പോവാം. അയ്യോ, സൈക്കിളിന് ആരും മിണ്ടണ്ട. പുറത്തിറങ്ങി ഓടിച്ചു നോക്കട്ടെ കുറച്ചു ദൂരം. ആരും അറിയണ്ട ഇവിടെ. സൈക്കിളുമായിട്ട് ഞാൻ ഇറങ്ങി. ഇനിയും കുറച്ച് കുട്ടികളുടെ കൂടെ പിടിക്കാനുണ്ട്. സൈക്കിള് കാണിച്ച് മോഹിപ്പിച്ച് കുറെ കുട്ടികളെ കൊണ്ടുവരണം. ഞാൻ ദൂരെ നോക്കിയപ്പോഴത്തെ ഇവിടെ ആരോ നിൽക്കുന്നുണ്ടല്ലോ സൈക്കിൾ ചവിട്ടി. അതും വേറെ ഒരു കുട്ടിയാന്ന് തോന്നല്ലോ. ഈ കുട്ടികളൊക്കെ എന്തിനാ രാത്രി സൈക്കിൾ ചവിട്ടി ഇങ്ങനെ ഇറങ്ങിയേക്കുന്നത്? ഇതെന്തോ സംഭവം? ദോ പോന്ന്. ഇതെന്താ മനുഷ്യക്കുട്ടിയല്ലേ? കണ്ടിട്ട് നല്ല പേടിയാവുന്നല്ലോ. അങ്ങോട്ടോ ഇനിയിപ്പോ അതുകൊണ്ട് തിരക്കാലം നിൽക്കുമെന്നും വേണ്ട, ഞാനൊന്നും പോട്ടെ തിരിച്ച്. ഹായ് മോനെ, നിനക്കുണ്ടോ സൈക്കിള്? ഇല്ല, എനിക്ക് ആരും വാങ്ങിച്ചു തന്നില്ല സൈക്കിള്. ഞാൻ പിന്നെ ഇങ്ങനെ എൻ്റെ ഒരു മാമൻ്റെ വീട്ടിൽ നിന്നെങ്കിൽ എടുത്തതാ. മാമൻ തന്നാ എനിക്ക്. അങ്ങനെ ഞാൻ രാത്രി ഓടിച്ചടക്കുന്നത്. നല്ല രസമാണ് രാത്രി ഓടിച്ചടക്കാൻ. നമുക്ക് രണ്ടുപേർ കൂടെ ഒരു കുത്തിറക്കുണ്ട്, അങ്ങോട്ട് പോയാലോ? അങ്ങനെയൊക്കെ അല്ലേ ഓടിച്ച് പഠിക്കുന്നത്. സൈക്കിൾ ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ പഠിക്കണ്ടേ? കുത്തിറക്കൊക്കെ ആദ്യം ഇറങ്ങി നോക്കണം, എന്നിട്ട് അതിനെ പറ്റുമെങ്കിൽ അങ്ങ് നമുക്ക് ഓടിക്കാം. ബാ.
കൊടുക്കാന്ന് ശാരദ വെറുതെ പറഞ്ഞ് അവൻ കേൾക്കുകയും ചെയ്തു വെറുതെ എന്നുള്ളത്. അതാണ് അത്ര ദേഷ്യമായത്. അല്ല കുട്ടുമലയ്ക്ക് അതുവഴി സൈക്കിൾ ഓടിച്ചു പോകുന്നുണ്ട്. അത് രാത്രി ഇതിന് ഒരൊറ്റയ്ക്ക് വിട്ടേക്ക് വെക്കാൻ വന്നോ ഞങ്ങള്? എന്തത് കുട്ടുമോ സൈക്കിൾ ഓടിച്ചു പോന്നു? നേരത്തെ തന്നെ അവൻ വഴക്കിട്ട് വേണമെങ്കിൽ അവൻ പറഞ്ഞു സൈക്കിൾ വേണം പറഞ്ഞു. ആ കാര്യത്തിനായിരുന്നു വഴക്കിട്ടത്. സൈക്കിൾ വേണം പറഞ്ഞിട്ട് വഴക്കിട്ട് നേരത്തെ അവിടെ ഉറങ്ങി. അതൊന്നിനും പറയുമായോ? അവൻ വഴക്കിട്ട് ഇറങ്ങിയത് സൈക്കിളിന്റെ കാര്യം പറഞ്ഞോണ്ട് തന്നെ ഇപ്പൊ അമ്മണി പറഞ്ഞത് അവൻ സൈക്കിൾ ഓടിച്ചു പോകുന്ന കണ്ടെന്ന്. യോ ഞങ്ങളെന്തിനാ വെറുതെ കള്ളം പറഞ്ഞത്? അമ്മണി കണ്ടു വന്ന്. എടി ശാരദ എങ്ങോട്ട് വന്നേടി? ആഹാ നിങ്ങൾ രണ്ടുപേരും എത്തിയോ? എടി ശാരദ ഇവര് പറയുന്നത് കുട്ടുമല സൈക്കിൾ ഓടിച്ചോണ്ട് രാത്രി അതുവഴി പോകുന്ന കണ്ടെന്ന്. എന്താ നിങ്ങൾ പറയുന്നത്? ചെല്ലി എങ്ങനെ അവനേക്ക് വിളിച്ചിട്ട് വാ. കൂടുതൽ സംസാരിച്ചോണ്ടിരിക്കാതെ പെട്ടെന്ന് വിളിച്ചിട്ട് വാക്ക് ഇങ്ങനെ പോയി. അല്ലെങ്കിൽ തന്നെ അവൻ അങ്ങനെ രാത്രി ഒറ്റയ്ക്ക് പോവോ? നിങ്ങൾ എന്തോ നീ പറയുന്നത്? അതുകൊണ്ടല്ലേ ഞങ്ങൾ രാത്രി തിരക്കപ്പെട്ട് വന്നത്. അവനെങ്കിൽ ഒറ്റയ്ക്ക് അതിലേക്ക് പോകുന്നത്. നിങ്ങൾ ഇനി പറഞ്ഞു വിട്ടാൽ ഒന്നും അറിയത്തില്ല. ആരിലും കൂടെ ഉണ്ടോ ഒന്നും അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നത്. എന്തായാലും അവർക്ക് ഇങ്ങനെ പോകാൻ അവനെ വിളിച്ചിട്ട് വരട്ടെ. എന്ത് പണിക്ക് ഇങ്ങനെ പറഞ്ഞത്? കിങ്ങിണി ശരിക്കും നോക്കവിടെ. അല്ല നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലേ? നിങ്ങൾ എന്താ നീ കാണിക്കുന്നത്? ഈ ഒന്ന് പെട്ടെന്ന് റോഡിൽ പോയി നോക്കാം. എവിടെ മോളെ കണ്ടത്? എടി പെട്ടെന്ന് വാടി ഒന്ന് നോക്കാം. അയ്യോ ഇവിടെ ഇത് വണ്ടികളൊക്കെ പോകുന്ന സ്ഥലമാണല്ലോ. രാത്രി കൊച്ചു കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞു വെച്ച് നിങ്ങൾ അവിടെ ഇരിക്കുക. ആ കൊച്ചു എങ്ങോട്ട് പോയെന്ന് തന്നെ നോക്കി നിങ്ങൾ ഉത്തരവാദിത്തം ഇല്ലാത്തവര്. എനിക്ക് ആകെ പാടെ പേടിയാവുന്നു. അവന് സൈക്കിൾ വേണമെന്നുണ്ടായിരുന്നു കിടന്ന് വഴക്കിട്ടത്. എന്തെങ്കിലും ആഗ്രഹം പറയാൻ പന്തലൊക്കെ സാധിച്ചു കൊടുക്കണം. അല്ലെ പിന്നെ വേറെ ഏതെങ്കിലും വഴിക്ക് നേടാൻ നോക്കും. അയ്യോ അത് ശരിയാണല്ലോ. ഇത് എവിടുന്ന് സൈക്കിൾ അവൻ ഒപ്പിച്ചത്? എന്റെ പൊന്നെ ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാക്കും എന്നെ ഇന്ന്. എടി പെട്ടെന്ന് വിളിക്കണേ അവനെ ഇങ്ങോട്ട്. കാര്യം പറ അവനോട് വിളിച്ച്. ചേട്ടാ ചേട്ടാ ഇങ്ങോട്ട് വന്നേ. ആഹാ എന്റെ ഡ്യൂട്ടി സ്ഥലമൊക്കെ കണ്ടുപിടിച്ചോ എല്ലാവരുടെ. എന്തോ എന്നോട് രാത്രി എന്തോ ഔട്ടിങ്ങിന് ഇറങ്ങിയാണോ? ഇതൊന്നും നീ പേടിച്ചിട്ടിരിക്കുന്നേ? ചേട്ടാ കുട്ടുമനെങ്കിലേ വേറെ ഏതോ സൈക്കിൾ എടുത്തിട്ടാണെങ്കിൽ കറങ്ങി നടക്കുന്നുണ്ട്. അമ്മണി കണ്ടെന്ന് പറഞ്ഞു ഇവിടെ വെച്ച്. ഇന്നൊന്ന് കുട്ടുമ്പോ സൈക്കിളെ കയറി നടക്കുന്നുണ്ടോ? അയ്യോ കുട്ടുമ്പോൾ സൈക്കിളെ കയറി നടന്നോ രാത്രിയപ്പോ? അതെന്താ മോനെ വേറെ ആരെങ്കിലും നടന്നോ? വേറെ രണ്ടുപേരെ കണ്ടപ്പോ ഞാൻ അവരെനിക്ക് ഒരാളെയും ഞാനെങ്കിൽ വീട്ടിൽ പറഞ്ഞു വിടുകയും ചെയ്തു. വേറെ ആളെ കണ്ടു. പക്ഷെ ആ ആളെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ പിന്നെ തിരിച്ചങ്ങ് പോയി. ഒരു മനുഷ്യരൂപം പോലും തോന്നിയില്ല എനിക്ക്. ഞാൻ നമുക്ക് തിരിച്ചു പോയി. ഇതൊന്നും ഞാനിപ്പോൾ ഓർക്കും ചെയ്തൊന്നും അല്ല. എനിക്ക് രാത്രി സൈക്കിളെ കയറി നടക്കുമെന്ന് വിചാരിച്ചു കുട്ടികള്. അയ്യോ എന്തോ സംഭവം അറിയത്തില്ല. അപ്പോഴേ അയ്യോ തോട്ട് കുട്ടുമ്പോൾ പോകുന്നത് വേറൊരു സാധനം ഉണ്ടല്ലോ. മറ്റേത് ഞാൻ പറഞ്ഞ പേടിയൊരു സാധനം അതുകൊണ്ടൊരു കൂടെ കുട്ടുമ്പോന്റെ കൂടെ. അയ്യോ ശരി തോണ്ട് പോകുന്നു കുട്ടുമ്പോൾ. അയ്യോ അത് നീ ഓടിച്ചില്ലേ? അവിടെ കുത്തിറക്കാം. അത് അവനറിയാം സൈക്കിൾ ഓടിക്കാനോ കുത്തിറക്കത്തില്ലേ? അയ്യോ അവനെ അറിയത്തില്ലല്ലോ. മോനെ നിൽക്കാൻ കുട്ടുമ്പോനെ ഒന്നുപോലെ കുട്ടുമ്പോൾ നീ കാണിച്ചത്. ഇതാരാണത്? കുട്ടുമ്പോൾ നീ എന്നാലും എന്തോ പരിപാടിയാണ് കാണിച്ചത് രാത്രി ഇങ്ങനെ സൈക്കിൾ ഓടിച്ചിടുന്നത്. നിനക്ക് അവിടുത്തെ സൈക്കിൾ കിട്ടിയത് പറ. നീ ആണെങ്കിലും മോഷ്ടിച്ചതാണോ സൈക്കിള്? അയ്യോ എന്തിനു പറയുമായോ അത്? കണ്ടോ അപ്പൊ ഞാൻ ഓടി വന്നിട്ടല്ലേ ഞാൻ രക്ഷിക്കാൻ പറ്റിയത്. എന്താ സാധനം സിക്ലറ്റേറാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. സിക്ലറ്റേറാ ബി സിക്ലറ്റേറാ. ചേട്ടാ ഒറ്റ ചവിട്ട് വെച്ചെടുക്കാം. ആ കുത്തിറക്ക് വഴി അതൊക്കെ ഉരുണ്ടങ്ങ് പൊക്കോളും. അത് ശരിയാ. നിന്റെ ഒരു സിക്ലറ്റേറാ ബിഗ് സിക്ലറ്റേറാ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കൊച്ചിനെ കൊണ്ട് കുത്തിറക്കത്തി കൊണ്ടുപോകാൻ നോക്കിയത് കേട്ടോ. എന്നാ പിടിച്ചോ. ഒറ്റ ചവിട്ടയാൻ വെച്ചു കൊടുത്തു. എന്തായാലും അങ്ങ് ഉരുണ്ടടിച്ചങ്ങ് പോയ സാധനം. അപ്പൊ ഈ സാധനം വരുന്നില്ലേ സിക്ലറ്റേറാ ബി സിക്ലറ്റേറാ. അതായിരുന്നു കുറെ കൊച്ചുകുട്ടികളാണെങ്കിൽ രാത്രി മൊത്തം പിടിച്ചു നടക്കും വരുന്നത് സൈക്കിളും കൊടുത്തിട്ട്. അങ്ങനെ കുട്ടുമ്പോൾ അവിടെ ചെന്ന് പെട്ടോ അങ്ങനെ അല്ലേ? ഓ എന്തായാലും അമ്മണി കണ്ടോണ്ട് നീ കാര്യമായത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നേ? കുട്ടുമ്പോൾ എന്തായാലും സൈക്കിൾ ഇല്ലെന്ന് വല്ലാത്ത വിഷമം. അച്ഛൻ സൈക്കിൾ വാങ്ങിച്ചു തരാം കേട്ടോ. എന്തായാലും കുട്ടുമ്പോൾ എന്താ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും. എന്തായാലും നിങ്ങൾക്ക് രണ്ടൊരു സൈക്കിൾ വാങ്ങിച്ചു തരാം. പിന്നെ പ്രത്യേകിച്ച് അമ്മണിക്ക് കൂടെ വാങ്ങിച്ചു തരാം. അമ്മണിക്ക് സൈക്കിൾ വേണോ? കാരണം അമ്മണി എന്നെ ഇപ്പൊ കുട്ടുപോലെ രക്ഷിച്ചത്. നാളെ അങ്ങനെ 3 പേർക്ക് സൈക്കിൾ റെഡി.